നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്രാഫ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പ്രീവിയസ് നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയെന്ന് ഒന്നുകൂടിയും റീകാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ. നമ്മൾ എന്താണ് അവസാനം പറഞ്ഞത് സ്ലോപ്പ് ആയിരുന്നു അല്ലേ? സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടെത്താൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? t2 എന്ന ടൈമിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് x2, t1 ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് x1 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് t2, ഇത് 2 ആണ് എന്റെ t1, 4 ആണ് എന്റെ t2. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് t2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് x2. അപ്പൊ ഇവിടെ t2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 40. ഇവിടെ t1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് x1, അപ്പൊ 20. അപ്പൊ എന്ത് കിട്ടി? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 40 മൈനസ് 20, t2 മൈനസ് t1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മൈനസ് 2, അപ്പൊ എത്ര? 20 ബൈ 2, അപ്പൊ എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. സ്ലോപ്പ് എന്താണ്? വെലോസിറ്റി. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമ്മൾ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഓർത്തിരിക്കട്ടോ, മറക്കരുത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വാട്ട് ആർ ദ ഗ്രാഫ്സ് ഇൻ മോഷൻ. എന്തൊക്കെ ഗ്രാഫ്സ് ആണ് മോഷനിൽ വരുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ്? എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും എടുത്തിട്ടുള്ള ഗ്രാഫ്സിനെയാണ് എന്ത് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്? എന്താണ് ഇതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, in order to specify the location of the object at certain time. ഒരു ടൈമിൽ വസ്തു എവിടെയാണ്, അല്ലെങ്കിൽ വസ്തുവിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ വസ്തു ഇപ്പോൾ എത്ര ദൂരത്താണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗ്രാഫാണ് എന്ത് പൊസിഷൻ ടൈം ഗ്രാഫ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ടൈമിൽ വസ്തു എവിടേക്കാണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് പൊസിഷൻ ടൈം ഗ്രാഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, താഴത്തെ എന്താ ടൈം ആണല്ലേ? ഇവിടെ കണ്ടോ, ആദ്യം നമ്മൾ ഈ ബോക്സ് ആണ് വരയ്ക്കട്ടോ. റെസ്റ്റിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാൽ ഇതാണ്. 0, അതായത് തുടങ്ങുന്ന സമയത്ത് അത് എത്രയുണ്ട്? 40 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇരിക്കുന്നത്. പിന്നെ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് എന്താണ്? 40 തന്നെ തുടരുന്നു. 40 മീറ്റർ അകലെയാണ് ഇരിക്കുന്നത്. 20 സെക്കൻഡ് ആയപ്പോൾ അത് 40 തന്നെയാണ് തുടരുന്നത്. 30 സെക്കൻഡ് ആകുമ്പോൾ എന്താണ്? 40 തന്നെയാണ്. 40 ആണെങ്കിൽ 40 ആണ്, 50 ആണെങ്കിൽ 40 ആണ്. അപ്പൊ എന്താണ്? വസ്തുവിന് എന്തില്ല? മോഷൻ ഇല്ലല്ലേ? വസ്തു എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടോ, ഗ്രാഫിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് 40 ഇവിടെ കിട്ടി, 10ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് 40, 20ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് 40, 30ന് കറസ്പോണ്ടിങ് ആയിട്ട് 40. അപ്പോ വാട്ട് ഈസ് മീൻ ബൈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് എന്തില്ല, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതിനാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രാഫ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വസ്തുവിന്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്തൂടെ? ചെയ്യാൻ പറ്റൂലേ? എങ്ങനെയാണെന്ന് പറയാലോ. ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ t2 കാണാം, t1 കാണാം, x2 കാണാം, x1 കാണാം. t2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? t2 എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ 2 പോയിന്റ്സ് എടുക്കുകയാണ്, t1 t2. ഞാനിവിടെ t2 ഒക്കെ എടുക്കുന്നത് ഇതാ 30 ആണ് വിചാരിക്കുക. 30 ആണ് എൻ്റെ t2. 30. t2 എപ്പോഴും എന്തായിരിക്കണം? t1-നെക്കാട്ടും കൂടുതലായിരിക്കണം. t1 ഞാൻ എത്ര എടുത്തു? എന്തും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പൊ എടുക്കുന്നത് എന്താണ്? ഞാൻ ഇപ്പൊ t1 ആയിട്ട് എടുക്കുന്നത് ഇതാ 10 ആണ് കേട്ടോ. 10 ആയിട്ട് 10ഓ 20ഓ എന്ത് വെച്ചാലും എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് 10 ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് x2 x1 ഉണ്ടല്ലോ. x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x2 t2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 40 ആണ് അല്ലേ? 40. ഇനി
x1 എത്രയാണ്? x1 ഈക്വൽ ടു 40 തന്നെയാണല്ലേ? നമുക്ക് നോക്കി കാണാലോ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? x2 x1 t2 t1 കിട്ടി. ഇനി എന്ത് ചെയ്യാം? സ്ലോപ്പ് കാണാല്ലേ? സ്ലോപ്പ് എന്തിനാ കാണുന്നത്? എനിക്ക് വെലോസിറ്റി കാണണം. ഈ വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണെന്ന് എനിക്ക് അറിയണം. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ സ്ലോപ്പ് കാണാൻ പോവാണ്. സ്ലോപ്പ് m ഈക്വൽ ടു എന്താണ്? x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. t2 മൈനസ് t1 അത്ര വരുന്നത് നമുക്ക് നോക്കാമല്ലോ. x2 മൈനസ് x1 എന്താണ്? 40 മൈനസ് 40 0 അല്ലേ വരുന്നത്? 0 ഡിവൈഡ് ബൈ എന്ത് വന്നാലും എന്താണ്? 0 തന്നെയാണല്ലേ? അത് നമ്മൾ കണ്ടു. ഇവിടെ ഏത് പോയിന്റിൽ വെലോസിറ്റി എടുത്താലും എന്താണ്? വെലോസിറ്റി 0. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ബോഡി മൂവ് ചെയ്യുന്നില്ല. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. വാട്ട് യു മീൻ ബൈ റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? there is no change in position with respect to time, that is velocity equal to 0. നമുക്ക് കിട്ടിയല്ലോ. വെലോസിറ്റി കണ്ടെത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 0 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ റെസ്റ്റ് ബോഡിക്ക് എന്തില്ല? വെലോസിറ്റി ഇല്ല. കണ്ടെത്തിയല്ലോ നമ്മൾ ടൈം ഗ്രാഫിൽ നിന്നും. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുകയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എങ്ങനെ വരയ്ക്കുക നിങ്ങൾ? മനസ്സിലാം, കണ്ടോളൂ. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ എക്സും വൈയും വരയ്ക്കട്ടോ. എക്സും വൈയും ഇങ്ങനെ എക്സ്, ഇത് എക്സ്, ഇത് വൈ. എന്നിട്ട് കുറെ പോയിന്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? തന്നെ വരച്ചേക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ്, സോറി, വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റിയാണ് വൈ ആക്സിൽ വരിക. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? വെലോസിറ്റി വൈ ആക്സിലും ടൈം എക്സ് ആക്സിലും എടുത്തു വരയ്ക്കുന്ന ഗ്രാഫ്സ് ആണ് എന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ഇങ്ങനെ വരച്ചാൽ മതി. ഇതാ ഈ എക്സ് ആക്സിസ് ഒന്നും കൂടി കറുപ്പിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി 0 എന്നാണ്. എക്സ് ആക്സിൽ എന്താണ്? വെലോസിറ്റി ഇല്ലല്ലോ അല്ലേ? അറിയാവുന്നല്ലേ? ഇങ്ങനെ എക്സ് ആക്സിൽ ഒരു കട്ടി കൂടിയിട്ട് ഒരു ലൈൻ വരയ്ക്കുക എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇതാണ് എന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. കാരണം വെലോസിറ്റി 0, ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി എന്തില്ല? ചേഞ്ച് ഇല്ല. വെലോസിറ്റി എപ്പോഴും 0 ആണ്. അതാണ് ഈ എക്സ് ആക്സിൽ തന്നെ വരയ്ക്കാൻ കാരണം. മനസ്സിലായോ? ഇങ്ങനെ വരച്ചാൽ എന്താണ്? വെലോസിറ്റി 0 ആണ്. എപ്പോഴും വെലോസിറ്റി 0 ആണ് അർത്ഥം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് ഇനി ആക്സലേഷൻ ടൈം ഗ്രാഫ് ഉണ്ടാവും. വെലോസിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആക്സലേഷൻ നോക്കണോ? ആക്സലേഷൻ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ ആക്സലേഷൻ ടൈം ഗ്രാഫ് എന്താണ്? ആക്സലേഷൻ ടൈം ഗ്രാഫ് എന്നാൽ വൈ ആക്സിൽ ആക്സലേഷനും എക്സ് ആക്സിസിൽ ടൈമുമാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ആക്സലേഷൻ വരും. ഇവിടെ എന്തായിരിക്കും? ടൈം തന്നെ. അതും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്? വെലോസിറ്റി 0 അല്ലേ? അപ്പൊ ആക്സലേഷൻ എന്താണ്? 0 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്തത് പോണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ റെസ്റ്റ് ബോഡി നമ്മൾ കാണും. പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് പൊസിഷൻ ഓഫ് ദി ബോഡി അറ്റ് ഡിഫറെന്റ് ടൈം. അറിയാലോ? ശരി. നെക്സ്റ്റ് യൂണിഫോം മോഷന്റെ ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. ഞാൻ പറഞ്ഞു യൂണിഫോം മോഷൻ എന്ന് പറയുന്നതാണ് ഈ ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ദാറ്റ് ദ മോഷൻ ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. ഈക്വൽ ടൈം ഇന്റർവലിൽ ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ മോഷനാണ് എന്ത്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്കൂ, 0 to 1 ഇന്റർവലിൽ എത്ര സഞ്ചരിച്ചു? 0 to 1 10 മീറ്റർ സഞ്ചരിച്ചു. നെക്സ്റ്റ് 2 to 1 2 സെക്കൻഡും 1 സെക്കൻഡിനും ഇടയിൽ എത്ര സഞ്ചരിച്ചു? കണ്ടോ? 10 കൂടിയിട്ട് 20. അത് ഇതിലും 10 തന്നെയാണ് സഞ്ചരിച്ചത്. നെക്സ്റ്റ് 2 സെക്കൻഡ് 3 സെക്കൻഡ് എത്രയാണ്? 10 തന്നെയാണ് സഞ്ചരിച്ചത്. കണ്ടോ? 1 സെക്കൻഡ് 10 ആയി. പിന്നെ ഒരു 10 സഞ്ചരിച്ചപ്പോൾ 2 സെക്കൻഡിൽ 20 ആയി. പിന്നെ 10 സഞ്ചരിച്ചു, 3 സെക്കൻഡിൽ 30. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് സഞ്ചരിക്കുന്നത് അല്ലേ? ഓരോ സെക്കൻഡിലും 10 വെച്ചല്ലേ കൂടുന്നത്. അപ്പോൾ
ഓരോ ടൈം ഇന്റർവെല്ലിലും സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മോഷനാണ് എന്ത്, യൂണിഫോം മോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്, കറസ്പോണ്ടിങ് ഗ്രാഫ്. ശരി, ഇനി യൂണിഫോം മോഷനിൽ എനിക്ക് വെലോസിറ്റി എത്രയാണ് കണ്ടെത്തണം. പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ എനിക്ക് അടുത്ത് നെക്സ്റ്റ് വെലോസിറ്റി കണ്ടെത്താനാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് വെലോസിറ്റി കണ്ടെത്താലോ. വെലോസിറ്റി നിങ്ങൾ കണ്ടെത്തുക. വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? v equal to സ്ലോപ്പ് ഓഫ് ദി എക്സ് ടി ഗ്രാഫ് അല്ലെ, സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 അല്ലേ. ജസ്റ്റ് എക്സും x2 x1 t2 t1. t2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് x2, t1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് x1. t2 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ t1. t1 t2 ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചൂസ് ചെയ്യാം കേട്ടോ. കറസ്പോണ്ടിങ് ആയിട്ട് x2 x1 ചൂസ് ചെയ്യുന്നത് മാത്രം. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത് t2 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. t2 2 സെക്കൻഡ്. t2 ഞാൻ 2 സെക്കൻഡ് എടുത്തു. t1 എന്തെടുത്തു? 1 സെക്കൻഡ് എടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് x2 എത്ര വരും? 20 വരും. x1 എന്ത് വരും? 10 വരും. അപ്പൊ ഈ ഇന്റർവെല്ലിൽ എനിക്ക് വെലോസിറ്റി കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും? ഫസ്റ്റ് കേസിൽ, ഈ കേസിൽ വെലോസിറ്റി എന്തായിരിക്കും? സ്ലോപ്പ് ഈക്വൽ ടു 20 മൈനസ് 10 ഡിവൈഡ് ബൈ t2 മൈനസ് t1. അത് എത്രയാണ്? 1 സെക്കൻഡ് അല്ലേ. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് തന്നെ. അപ്പൊ എത്ര കിട്ടി? 10 കിട്ടിയില്ലേ. 10 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. കാരണം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ ഈ സ്ഥലത്ത് ഈ ഇന്റർവെല്ലിൽ എനിക്ക് വെലോസിറ്റി എന്ത് കിട്ടി? 10 കിട്ടി. ഇനി വേറെ ചെക്ക് ചെയ്യാണ്. 3-നും 4-നും ഇടയിൽ വെലോസിറ്റി ചെക്ക് ചെയ്യാണ്. t2 എത്രയാണ്? t2 4 ആണ്. t1 എത്രയാണ്? 3 ആണ്. അപ്പോ x2 എന്ന് പറഞ്ഞാൽ എന്താണ്? t2 കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് 40. അപ്പോൾ ഇവിടുത്തെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. m ഈക്വൽ ടു, m എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ് കേട്ടോ. വെലോസിറ്റി 40 x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ 4 മൈനസ് 3 സെക്കൻഡ്, അതായത് 1 സെക്കൻഡ്. എത്ര കിട്ടി? 10 എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. കാരണം സ്ലോപ്പ് ഓഫ് ദ എക്സ് ടി ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എവിടെ എടുത്താലും എനിക്ക് എന്താ കിട്ടുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുന്നത്. അപ്പൊ യൂണിഫോം മോഷൻ പ്രത്യേകത എന്താണ്? ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അറിഞ്ഞിരിക്കുക. യൂണിഫോം മോഷനിൽ വസ്തുവിന്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓർത്തിരിക്കുക. അപ്പൊ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഞാൻ എങ്ങനെ വരയ്ക്കേണ്ടി വരും? വെലോസിറ്റി ഞാൻ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ, എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടേക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നോക്കാട്ടോ. ഞാൻ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y ആക്സിൽ വെലോസിറ്റിയും x ആക്സിൽ ടൈമും, അതാണ് എന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് പോയിന്റ് ഒക്കെ വരയ്ക്കാം, കുഴപ്പമില്ല. പോയിന്റ് ഒക്കെ വരയ്ക്കാൻ ഞാൻ ഒരു സുമാറ് ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആയ വെലോസിറ്റി എങ്ങനെ വരയ്ക്കുക? വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, എത്ര ടൈം ആയാലും എന്താണ്? വെലോസിറ്റി എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് പോവാണല്ലേ. അപ്പോ ഈ വെലോസിറ്റി എന്താണ്? ഇവിടെ 10 എഴുതാം, കാരണം 10 അല്ല ഇപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 10 ആണ് കേട്ടോ. ഇതെന്താണ്? 10 ആണ് കേട്ടോ. 10 കാരണം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? എപ്പോഴും. അപ്പോൾ ഇവിടെ 10 എഴുതുക, എന്നിട്ട് ഒരു ലൈൻ നേരെ വരയ്ക്കുക, വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അവിടെ അപ്പുറത്ത് 10 എഴുതുക. കാരണം 10 ആണല്ലോ ഇവിടുന്ന് കിട്ടിയത് നമുക്ക് വെലോസിറ്റി. അപ്പോൾ
ടൈം എത്ര പോയാലും വെലോസിറ്റി എന്തായിരിക്കും 10 തന്നെ ആയിരിക്കും. എക്സ് ആക്സിൽ ടൈമും വെലോസിറ്റി, വൈ ആക്സിൽ എടുക്കുന്ന ഗ്രാഫാണ് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ 10 ആയിരുന്നു, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. അപ്പോൾ എത്ര ടൈം പോയാലും 10ന് നേരെ എപ്പോഴും വരാം, ഇങ്ങനെ സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കും എക്സ് ആക്സിന്. ഇതാണ് എന്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ. അപ്പൊ യൂണിഫോം മോഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ആൾസോ വെലോസിറ്റി ഓഫ് ദ മോഷൻ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ, വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലേ. അപ്പൊ ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് ഞാൻ ഇതിന്റെ വരയ്ക്കണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടണം? ആക്സലറേഷൻ എന്താണ്? ചേഞ്ച് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടൈം അല്ലേ. ഇവിടെ ചേഞ്ച് വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ എന്തില്ല? ചേഞ്ച് ഇല്ല. അപ്പൊ ചേഞ്ച് ഇല്ലെങ്കിൽ എന്താണ്? എക്സ് ആക്സിസ് ആണ്. ഇങ്ങനെ വരച്ചിട്ട് എക്സ് ആക്സിന് ഒന്നുകൂടി കളർ കൂട്ടി കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? ആക്സലറേഷൻ ഈസ് 0. ടൈം എന്തായാലും ആക്സലറേഷൻ എന്താണ്? 0 ആണ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് യൂണിഫോം മോഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ മനസ്സിലായല്ലോ. എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. നെക്സ്റ്റ് ഗ്രാഫ് സ്റ്റഡി ചെയ്യാം. Going to next. What is next? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആണ് നെക്സ്റ്റ് ഉള്ളത്. യൂണിഫോം വെലോസിറ്റി എന്താണ്? ഞാൻ പറഞ്ഞു നേരത്തെ, നെഗറ്റീവ് വെലോസിറ്റി ഓൺലി ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഈ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ യൂണിഫോം നെഗറ്റീവ് മോഷൻ ആണെങ്കിൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, യൂണിഫോം നെഗറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അപ്പൊ ഇവിടെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോം നെഗറ്റീവ് മോഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് ചിത്രീകരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചിത്രീകരിക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും എന്റെ ഗ്രാഫ് വരിക ഇൻ പൊസിഷൻ ടൈം ഗ്രാഫിൽ. ഇത് എക്സ് ഇല്ല കേട്ടോ, ഇത് ടൈം ആക്സിസ് ആണ്. ഇതാണ് എക്സ്, ഇതേകൂടെയാണ് എക്സ് വരുന്നത്. എക്സ് ടൈം. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് വെലോസിറ്റി കണ്ടത് അല്ലെ. വെലോസിറ്റി എങ്ങനെ കാണാം? t2 minus x2 minus x1 by t2 minus t1. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ t2 ഞാൻ 2 ആയിട്ട് എടുത്തു, t1 എന്തായിട്ട് 1 ആക്കി എടുത്തു. 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജസ്റ്റ് വരയ്ക്കട്ടോ, 30 ആയിരിക്കാനാണ് സാധ്യത. 30 ആണെന്ന് വിചാരിക്കട്ടോ. 1ന് നേരെ എന്താണ്? 30 ആണ്. 2ന് നേരെ എന്തായിരുന്നു? 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ് കാണാൻ ഞാൻ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ്? 20 ആയിരിക്കും മിക്കവാറും, കാരണം നേരെ വരികയാണെങ്കിൽ 20 തന്നെ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? t1 കിട്ടി. t1 എത്രയാണ്? 1 ആണ്. t2 എത്രയാണ്? 2 ആണ്. x2 t2ന് കറസ്പോണ്ടിങ് ആയിട്ട് x2 ഉണ്ട്, t1ന് കറസ്പോണ്ടിങ് ആയിട്ട് x1 ഉണ്ട്. അപ്പൊ എന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ വെലോസിറ്റി സ്ലോപ്പ് ഓഫ് എക്സ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ എന്റെ വെലോസിറ്റി എന്തായിരിക്കും? x2 മൈനസ് x1. x2 എത്രയാണ്? 20 മൈനസ് 30. x1 എത്രയാണ്? 30 ആണ് കേട്ടോ. കാരണം t1ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? അതാണ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. t2 എത്രയാണ്? 2. 2 മൈനസ് 1. 2 മൈനസ് 1 എത്ര? 1 അല്ലേ. ഇത് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? -10 കിട്ടില്ലേ. -10 എന്താണ്? -10 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ എവിടെ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? -10 കിട്ടുള്ളൂ ഇതില്. അപ്പോൾ അതാണ് യൂണിഫോം മോഷൻ നെഗറ്റീവ് യൂണിഫോം മോഷൻ തമ്മിലുള്ള വ്യത്യാസം. യൂണിഫോം മോഷനിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയിലാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ എന്താകും? നെഗറ്റീവ് ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായില്ലേ?
ഇതിന്റെ ഗ്രാഫ് ഞാൻ വരച്ച് കാണിച്ചുതരാം. വെലോസിറ്റി, ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരും ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്താ അത് നെഗറ്റീവ് ആണ് അല്ലേ. വൈ ആക്സിൽ വെലോസിറ്റി എടുത്തു, എക്സ് ആക്സിൽ ടൈം എടുത്തു, ഇതിങ്ങനെ പോകുന്നുണ്ട്, ഇതിങ്ങനെ പോകുന്നുണ്ട്. ടൈം അനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ഉണ്ടോ? ഇല്ല. വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്താണ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ്, ഇതല്ലേ നെഗറ്റീവ് പാർട്ട്. നെഗറ്റീവ് പാർട്ടിൽ വരയ്ക്കുക. എത്രയാണ് കിട്ടിയത് നമുക്ക്? -10 അല്ലേ. -10 എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ എഴുതാം. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് വെക്കുക, കാരണം ഇത് വൈ ആക്സ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്താണ്, സെക്കൻഡ് എന്ന് എഴുതാം. സെക്കൻഡ് ടൈം ആണ് കേട്ടത്, ടൈം ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, എങ്ങനെ കിട്ടുക? ഇതാ -10 ഉള്ള സ്ട്രെയിറ്റ് ലൈൻ, സോറി, പാരലൽ ടു എക്സ് ആക്സിസ് ഇങ്ങനെ പോകും. ടൈം എത്ര ആയാലും വെലോസിറ്റി എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ അതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് ആൾറെഡി ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ മനസ്സിലായല്ലോ. ഈ ഇതിന്റെ തന്നെ ആക്സലേഷൻ എന്തായിരിക്കും? ആക്സലേഷൻ ആക്ച്വലി 0 ആയിരിക്കും. കാരണം എന്താണ്, there is no change in velocity with respect to time. Velocity is always constant. അപ്പൊ ആക്സലേഷൻ എന്തായിരിക്കും? ആക്സലേഷൻ ആണെങ്കിൽ എക്സ് ആക്സ് ആയിരിക്കും. ആക്സലേഷൻ വൈ ആക്സിലും ടൈം എക്സ് ആക്സിലും എടുത്തിട്ട് ഒന്നും ചെയ്യണ്ട, എക്സ് ആക്സിൽ നിന്ന് കറപ്പിക്കുക. കാരണം എന്താണ്, ആക്സലേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, 0 ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി. നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തെല്ലാം എന്താണ്, ആക്സിലറേഷൻ 0 ആയിട്ടുള്ള കേസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ആക്സിലറേഷൻ ഉണ്ടാവുന്ന ഒരു കേസ്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ്, സോറി, പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെയായിരിക്കും ആക്സിലറേഷൻ മോഷന്റെ? നമ്മളിപ്പോ നേരത്തെ കണ്ടെത്തിയത് ആക്സിലറേഷൻ 0 ആയിട്ടാണല്ലേ. അപ്പൊ ആക്സിലറേഷൻ ഉള്ള ഒരു മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് അവിടെ കണ്ടോ, ഇങ്ങനൊരു ഗ്രാഫ് എക്സ് ടിയിൽ വരികയാണെങ്കിൽ ഇതിനെന്തായിരിക്കും, ആക്സിലറേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാരാബോളിക് ഷേപ്പ് ആണല്ലത്, കണ്ടോ, ഇങ്ങനെ ഒരു കുട കമിഴ്ത്തി വെച്ചാൽ കുടേന്റെ ഒരു ആകൃതി. ഇങ്ങനെ എക്സ് ടി ഗ്രാഫിൽ വരികയാണെങ്കിൽ ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ് പറയാൻ പറ്റും. അതായത് ഒരിക്കലും വെലോസിറ്റി എന്തല്ല, 0 അല്ല. ഓക്കെ, നേരത്തേതിലും ഡിഫറെന്റ് ആണ്. നേരത്തെ എപ്പോഴും നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു, ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, പാരാബോളിക് ഷേപ്പ്. ഈ പാരാബോളിക് ഷേപ്പിലുള്ള ആക്സിലറേഷൻ, സോറി, പൊസിഷൻ ടൈം ഗ്രാഫിൽ എപ്പോഴും ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. പാരാബോള കണ്ടാൽ അപ്പോൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ മോഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനെന്തുണ്ട്, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചല്ലോ. ഇനി ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ വരയ്ക്കണം എന്ന് വെച്ചാൽ, ഞാൻ പോയിന്റ്സ് ഒന്നും അറിയപ്പെടുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. വി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം ടി. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദിസ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരിക, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഞാൻ ലാസ്റ്റ് എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരും. അതായത് പാരാബോളിക് ഷേപ്പിലുള്ള എക്സ് ടൈം ഗ്രാഫ് കണ്ടോ, അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിലറേഷൻ എങ്ങനെ വരും, ഇത് നമ്മളെ യൂണിഫോം മോഷനിൽ വരച്ചിരുന്ന ഗ്രാഫ് അല്ലേ. ഇങ്ങനെ വരച്ചാൽ എന്താണ് അർത്ഥം,
അതിന് നെക്സ്റ്റ് ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഇത് പൊസിഷൻ ടൈം ഗ്രാഫിലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് പറയാം. വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരുന്നതെങ്കിൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഇതൊരു വാല്യൂ ഉണ്ട്, ഞാൻ ഇപ്പോൾ ഇത് എഴുതുന്നില്ല, ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മാത്രം കാണിച്ചു തരാണ്. ഇപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ വരികയാണെങ്കിൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നതെങ്കിൽ അവിടെ എന്താണ്? ആക്സലറേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിന്റെ ആക്സലറേഷൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈനാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ആക്സലറേറ്റഡ് മോഷൻ. ഇങ്ങനെ പൊസിഷൻ ടൈം ഗ്രാഫ് വരികയാണെങ്കിൽ അതിലെന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ ആക്സലറേഷൻ ഉണ്ട് എന്ന് എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് യൂണിഫോം റിട്ടാർഡേഷൻ. ഇവിടെ ആക്സലറേഷൻ എന്താണ്? യൂണിഫോം ആണ്. യൂണിഫോം പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഞാൻ വരച്ച് കാണിച്ചല്ലോ, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്നാണ് പറയാ ഈ ഗ്രാഫിന്, ഈ എക്സ്ടി ഗ്രാഫിന്. ഓക്കെ, നെക്സ്റ്റ് യൂണിഫോം റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ പറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം ആയിട്ട് ആക്സലറേഷൻ നെഗറ്റീവ് ആവുന്നതാണ് എന്ത്? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ അത് റിട്ടാർഡേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ സൂചിപ്പിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. എക്സാമിന് ഇത് മസ്റ്റ് ആണ്. ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് എന്തിനെ സൂചിപ്പിക്കണമെന്ന് ചോദിക്കും. ഇങ്ങനെ പാരാബോള ആണെങ്കിൽ അത് എന്ത് ചെയ്യാം? അത് എന്തിനെ സൂചിപ്പിക്കണമെന്ന് പറയാം? ദാറ്റ് ഈസ് ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറയാൻ പറ്റും. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. ഇങ്ങനെയാണ് വരുന്നെങ്കിൽ എന്താണ്? യൂണിഫോം റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ ആണ് എന്ത്? റിട്ടാർഡേഷൻ. ഇവിടെ നമുക്ക് കാണുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് വരിക ആക്സലറേഷൻ. അത് യൂണിഫോം ആയിട്ടുള്ള നെഗറ്റീവ്. യൂണിഫോമിലി ഡിഗ്രീസിങ് ആക്സലറേഷൻ ആണ് എന്ത്? യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫിലാണെങ്കിൽ അതെന്ത് സൂചിപ്പിക്കുന്നു? റിട്ടാർഡേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ സൂചിപ്പിക്കുന്നു. മറക്കരുത്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഗ്രാഫ്സ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പൊസിഷൻ ടൈം റെസ്റ്റിന്റെ ഗ്രാഫാണ് ഇത്. പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി 0 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ സ്ലോപ്പും എന്തായിരിക്കും? 0 ആയിരിക്കും. ഒബ്ജക്റ്റീവ് സെറ്റ് റെസ്റ്റ്. നെക്സ്റ്റ് പൊസിഷൻ ടൈമിൽ ഡിസ്കസ് ചെയ്തത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. അവിടെ എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണ്, പക്ഷെ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ വെലോസിറ്റി കണ്ടെത്തിയപ്പോൾ എന്തെടുത്തു? വെലോസിറ്റി കണ്ടെത്തിയപ്പോൾ എപ്പോഴും എന്ത്? കോൺസ്റ്റന്റ് കിട്ടി. നേരത്തെ കണ്ടുപിടിച്ചില്ലേ? അപ്പോ ഇവിടെ എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിൽ സ്ലോപ്പ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, പക്ഷെ പോസിറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തുള്ളത് എന്തായിരുന്നു? നെഗറ്റീവ് യൂണിഫോം മോഷൻ. നെഗറ്റീവ് യൂണിഫോം മോഷനിൽ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, പക്ഷെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് ഇങ്ങനെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തല്ലോ ലാസ്റ്റ് സെക്ഷൻ. ഇതെന്താണ്? പാരാബോളിക് ആണ്. ഇതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെയൊക്കെ എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. ഇത് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആണ്. ഇത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ഒബ്ജക്റ്റ് ഈസ് ആക്സലറേറ്റ്. ഇവിടെയൊക്കെ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഇല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ വരച്ചു കാണിച്ചല്ലോ. എങ്ങനെയായിരുന്നു? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരുന്നു. വരച്ചു കാണിച്ചെന്നില്ലായിരുന്നോ? ഇതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഇങ്ങനെ വരുന്ന ടൈമിൽ ഇവിടെ എന്തായിരുന്നു? വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ആയിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇങ്ങനെ വരുന്നത് എന്താണ്? ആക്സലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയാൻ പറ്റും. ഒരു ആക്സലറേഷൻ, യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയാൻ പറ്റും. കാരണം കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് ഗ്രാഫ് റെപ്രസെന്റിങ് വെലോസിറ്റി ഇൻ എക്സ് ആക്സ് ആൻഡ് ടൈം ഇൻ വൈ എക്സ് കാൾഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. പറഞ്ഞല്ലോ. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ നാളെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. റെസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി സോറി, ഇത് പറയുന്നത് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? 4 ഡിസ്കസ് ചെയ്ത മോഷൻ വാല്യൂസ് ഒന്നും ഞാൻ എഴുതുന്നില്ല. എക്സ്ടി ഗ്രാഫ് ഓർമ്മ ഉണ്ടല്ലോ. എക്സ്ടി ഗ്രാഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ യൂണിഫോം മോഷനിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടോ 40 എന്നുള്ള ഫിക്സ്ഡ് വാല്യൂ ആണ് വെലോസിറ്റിക്ക് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? സ്ലോപ്പ് എടുത്തപ്പോൾ 40 കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ സ്ലോപ്പ് എപ്പോഴായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 40 എന്നുള്ള സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ 40 തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കണുണ്ടോ? വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്. അതാണ് എന്ത് ഗ്രാഫ് റെപ്രസെന്റിങ് without any change. Velocity is not changing. Velocity time graph for uniform speed. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ് എന്ത് ചെയ്ത്. ഓക്കെ അല്ലേ? പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണെന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. മീൻസ് ദിസ് ഏരിയ. ഏത് ഏരിയ പറ്റും? ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ ഫില്ലായിട്ട് ഇതെന്താ എനിക്ക് ഒരു ഇത് കിട്ടിയില്ലേ, ഒരു റെക്റ്റാങ്കിൾ മൊത്തത്തില്. ഇതെന്താണ്? ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇതെന്തായിരിക്കും? ഇവിടെ വെലോസിറ്റിയും ഇവിടെ ടൈമും. റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഏരിയ ഈക്വൽ ടു നീളമിന്റെ വീതി അല്ലേ? നീളമിന്റെ വീതി. നീളമിന്റെ അകത്ത് എത്ര? നീളം എന്ന എത്രയായിരുന്നു? ഇത് ഏതെങ്കിലും നീളം വി ഇൻറ്റു ടി എന്നല്ല വരിക. വി ടി വി ടി വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അത് ഡിസ്പ്ലേസ്മെന്റ്. വി ഇൻറ്റു ടി എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നെ വി ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദി കർവ് എന്തായിരിക്കും? എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദി കർവ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇനി അഥവാ ഇത് വെലോസിറ്റി അല്ല, ഇത് ആക്സലറേഷൻ ആണെന്ന് വിചാരിച്ചോ. ആക്സലറേഷൻ ആണെങ്കിൽ ഏരിയ അണ്ടർ ദി കർവ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആക്സലറേഷൻ റെപ്രസെന്റ് ചെയ്യണത്. ഏരിയ അണ്ടർ ദി കർവ് എന്തായിരിക്കും? എ ഈക്വൽ ടു ഏരിയ എ ഈക്വൽ ടു എ ഇൻറ്റു ടി ആവില്ലേ? ബി ഇൻറ്റു ടിന് പകരം എ ഇൻറ്റു ടി ആവും. എ ഇൻറ്റു ടി. എ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലേഷൻ ടൈം കൊണ്ട് വിളിച്ചാൽ എന്താ കിട്ടുക നമുക്ക്? വെലോസിറ്റി അല്ലേ? അപ്പോ ആക്സലേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തിരിക്കുക. ഇതിന് ശരിക്കും യൂണിഫോം വെലോസിറ്റി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഇനി യൂണിഫോം ആക്സലറേഷന്റെ ഗ്രാഫാണ്. ഞാൻ നേരത്തെ വെച്ചല്ലോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സലറേഷൻ എങ്ങനെ കാണാം? v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. v2 എന്തായിരുന്നു? t2 t1 എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ.
ഞാൻ എന്ത് ചെയ്തു 2നെ T2 ആക്കി. 2 T1 എന്താണ് 1. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വെലോസിറ്റി ഉണ്ടല്ലോ 40 20. അപ്പൊ എന്തായിരിക്കും v2 മൈനസ് v1 ബൈ സ്ലോപ്പ് ആണ് കാണുന്നത്. സ്ലോപ്പ് എന്തായിരുന്നു? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരുന്നു? ആക്സലറേഷൻ t2 മൈനസ് t1 v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 എന്തായിരുന്നു? 40 മൈനസ് 20 ബൈ 40 മൈനസ് 20 ബൈ 2 മൈനസ് 1 എന്തായിരുന്നു? 1 തന്നെ. അത് 20 കിട്ടിയില്ലേ? 20 എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? ആക്സലറേഷൻ ആണ്. ഇനി എവിടെ കണ്ടുപിടിച്ചാലും നമുക്ക് എന്തുള്ളൂ 20 തന്നെ കിട്ടുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ വെച്ചിട്ട് ഇതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ്? ആക്സലറേഷൻ y ആക്സിലും ടൈം x ആക്സിലും എന്തായിരിക്കും? 20. എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. വാട്ട് എവർ ദ ടൈം എത്ര ചേഞ്ച് ചെയ്താലും ആക്സലറേഷൻ ചേഞ്ച് ആവില്ല. അപ്പോൾ ചേഞ്ച് ചെയ്യാത്ത ആക്സലറേഷൻ ആണ് യൂണിഫോം ആക്സലറേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇത്. മനസ്സിലാക്കിയല്ലോ? യൂണിഫോം റിട്ടാർഡേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐഡന്റിറ്റി ഞാൻ ചോദിക്കട്ടോ, ജസ്റ്റ് ഓർത്തിരിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇങ്ങനെ പാർട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സലറേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ആൾസോ യൂണിഫോം ആയിരിക്കും. ഇങ്ങനെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും എന്നറിയോ? എനിക്ക് ഇങ്ങനെ ലൈൻ ആയിരിക്കും കിട്ടുക, നെഗറ്റീവ് രീതിയിൽ. ആക്സലറേഷൻ ആണ്, ഇതെന്തായിരുന്നു? ടൈം ആയിരുന്നു. നെഗറ്റീവ് രീതിയിലുള്ളൊരു ആക്സലറേഷൻ ആണ് എനിക്ക് എന്ത് കിട്ടുക? ഇതിന്റെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ കിട്ടുക. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, മോഷൻ ആൻഡ് ഗ്രാവിറ്റി. ഇത് എക്സാമിന് വളരെ യൂഷ്വലായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ആൻഡ് ഗ്രാവിറ്റി ഇതായിരിക്കും അധികം പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നോക്കുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതും കൂടി പറഞ്ഞുതരാം. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നിലത്തോട്ട് വീഴുമ്പോൾ, അതായത് നമ്മുടെ ഭൂമിയുടെ ഒരു അട്രാക്ഷൻ ഓഫ് എർത്തിന്റെ ആക്സിലേഷനോട് കൂടി മാത്രം തുടരുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? മോഷൻ ആൻഡ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിന്റെ കോൺസ്റ്റന്റ്, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ആൾസോ ജി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചെയ്തല്ലോ. അപ്പൊ ജി എന്താണ്? ജി ഇസ് ദ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ബോഡി മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. ഇങ്ങനെ ഭൂമിയുടെ സർഫസിൽ നിന്നും ഒരു ബോഡിയെ താഴേക്ക് ഇടാണ് കേട്ടോ. ഇങ്ങനെ ചെറിയൊരു വീട്ടിന്റെ മുകളിൽ നിന്നും ഒരു കുട്ടി ചാടുകയാണ് വിചാരിച്ചു. അപ്പൊ ആ കുട്ടിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്തായിട്ട് പറയാം? ദിസ് യൂണിഫോം. ഇതാണ് അതിന്റെ എക്സ്റ്റി ഗ്രാഫ്. നെഗറ്റീവ് വരാൻ കാരണം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്കല്ല ചാടുന്നത്. അപ്പൊ എന്തായിരിക്കും? നമ്മള് ഡിസ്റ്റൻസ് കുറഞ്ഞു വരില്ല, താഴേക്ക് വരില്ല. അതാണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോഴും മൈനസ് കൊടുക്കണം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി കണ്ടെത്താം. വെലോസിറ്റി കണ്ടെത്തുന്ന ഈസിയുള്ള വേ, ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് 10.
ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 അല്ലേ വരുന്നത്, രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 20 വരുന്നത്. അപ്പൊ ഇതൊന്നും x2 - x1 / t2 - t1 ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് എന്ത് വരും? -10 വരും. -10 ആണോ? -10. ഇനി മൂന്നാമത്തെ സെക്കൻഡ് ഇതിന്റെ വെലോസിറ്റി എത്ര ചെക്ക് ചെയ്യാണ് ഞാൻ. മൂന്നാമത്തെ സെക്കൻഡ് തന്നെ വരിക. മൂന്നാമത്തെ സെക്കൻഡ് ഇതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? -60 / 3. അത് എനിക്ക് -20 m/s². കറക്റ്റ് അല്ലേ? ഈ ഇന്റർവൽ എടുത്താൽ മതി. T2 3ഉം T1 2 ആക്കി എടുക്കുക. അപ്പോൾ T2 3 ആണെങ്കിൽ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഇവിടെ കിട്ടും. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു വെലോസിറ്റി കിട്ടും. അത് ഞാനിവിടെ പ്ലോട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ ഇന്റർവൽ എടുത്തിട്ട് ചെക്ക് ചെയ്യാം വെലോസിറ്റി എത്രയാണെന്ന്. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇതുമായി തന്നെ കിട്ടും. ചെക്ക് ചെയ്താൽ മതി. മൂന്നിന്റെയും നാലിന്റെയും എടുത്തു നോക്കണം. മൂന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വരുന്നത് 50 - 40. നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്? ഒരു മോഷൻ ഓഫ് ദ ഗ്രാവിറ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൽ നിന്നും ഇത് ഞാൻ പറഞ്ഞോ, കണ്ടില്ലേ? പാരബോളിക് ഷേപ്പ് ആണ് വരുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ പാരബോളിക് ഷേപ്പ് വന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് വരും? സ്ട്രെയിറ്റ് ലൈൻ വരും. കണ്ടോ? നെഗറ്റീവ് ഡാഷ് ആണെന്നുള്ളൂ, താഴോട്ട് വരുന്നോണ്ടാണ് അങ്ങനെ വരുന്നത്. കണ്ടോ? പാരബോള എവിടെ വന്നു, അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇതിന്റെ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്ത് വരും? അതാണ് നോക്കാനുള്ളത്. കണ്ടോ? ഇതാണ് ഇതിന്റെ ആക്സലേഷൻ ടൈം ഗ്രാഫ്. എന്താണ്? -9.8. കണ്ടോ? ഇങ്ങനെ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ആക്സലേഷൻ എപ്പോഴായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എന്ത് കണ്ടാലും ആക്സലേഷൻ എപ്പോഴും 9.8 ആയിരിക്കും. -10 ആണ്. പക്ഷെ -10ഉം 9.8 ഏകദേശം. കണ്ടോ? 20 വെലോസിറ്റി 2 സെക്കൻഡ്. അപ്പൊ എത്ര വരും ആക്സലേഷൻ? 20/2. എത്ര വരും? -10. 30ക്ക് കറസ്പോണ്ടിങ് 3. അപ്പൊ -30/3 ആണ് എന്ത്? v/t എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ. അപ്പൊ -30/3 -10. -9.8 ഉം 10ഉം ഏകദേശം ഒരേ മാതിരി തന്നെ. അപ്പൊ എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? കോൺസ്റ്റന്റ്. സ്ട്രെയിറ്റ് ലൈൻ ആയ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ ആക്സലേഷൻ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇങ്ങനെ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെ ഒരു കർവ് വന്നാൽ അത് യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് പറയുന്നത്. ഉണ്ടോ? കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ് കിട്ടുന്നത് ഇങ്ങനെ പൊസിഷൻ ടൈം ഗ്രാഫിൽ വരികയാണെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നേരത്തെ കുറച്ച് കണ്ടു തരാം കേട്ടോ. ഇത്രയും വരെ മനസ്സിലായി ജയിക്കുന്നു. ഇത്രയും എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.